ബലാത്സംഗ കേസിൽ മുകേഷ്, ഇടവേള ബാബു, അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യാഴാഴ്ച ഹർജികളിൽ ഉത്തരവ് പറയും. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പായതിനാൽ മണിയൻ പിള്ള രാജുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കി. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് മുകേഷ്, ഇടവേള ബാബു, അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവർ നൽകിയ മുൻകൂർ ജാമ്യ ഹർജികളിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മറ്റന്നാൾ ഉത്തരവ് പറയും. അതേസമയം സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പായതിനാൽ മണിയൻപിള്ള രാജുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കി. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലെടുത്ത വിവിധ കേസുകളിലാണ് മുൻകൂർ ജാമ്യ ഹർജികളെല്ലാം. അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദം. ബലാത്സംഗ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. കൃത്യമായ അന്വേഷണം വേണം. അതിനാൽ മുകേഷിന് മുൻകൂർ ജാമ്യം നൽകരുതെന്നും കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ അനിവാര്യമെന്നും പോലീസ് സെഷൻസ് കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ പരാതിക്കാരിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് മുകേഷിന്റെ വാദം. പരാതിക്കാരിക്കെതിരായ തെളിവുകൾ മുദ്രവെച്ച കവറിൽ മുകേഷ് കോടതിക്ക് കൈമാറിയിരുന്നു. കലണ്ടർ സിനിമയുടെ ചിത്രീകരണ കാലത്ത് മുകേഷ് കടന്നുപിടിച്ചെന്നായിരുന്നു ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി. സമാനമായ ലൈംഗികാതിക്രമ പരാതികളാണ് ഇടവേള ബാബു ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉള്ളത്. ജനം, കൊച്ചി.